ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. എന്നാൽ നമ്മളിതിന് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദയോ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 150 ഗ്രാമിൻ്റെ കോൺഫ്ലോറിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിടുന്നുണ്ട്. 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ അളന്നെടുക്കണമെങ്കിൽ അര കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ശർക്കരപ്പാനി ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാവ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയിൽ കുറുക്കിയെടുത്ത ശർക്കരപ്പാനിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അളവ് പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. പല ശർക്കരയും പല മധുരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചേർത്ത് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനത് കോൺഫ്ലവറും ശർക്കരപ്പാനിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 3 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ ഹൽവയൊന്നും ചെയ്യുന്ന അത്രയൊന്നും നെയ്യ് നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കോൺഫ്ലോർ ആയത് കാരണം തന്നെ നമുക്ക് അരിപ്പൊടിയുടെ അത്രയൊന്നും വേവില്ല, വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിയാൽ മതി. ഇളക്കി നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. കുറുകി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അങ്ങോട്ട് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറഞ്ഞ സമയം മതി. നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യേണ്ട. ആവശ്യത്തിനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ വേണ്ടത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കുക. പാത്രത്തിൽ ആദ്യം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിൽ ഏത് ഷേപ്പിലും നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു സ്റ്റീൽ ബൗളിലാണ് കുറച്ച് നെയ്യൊന്നും തടവി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലും കുറച്ച് നമ്മുടെ കടലപ്പരിപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഇതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സമയത്ത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന അത്രയൊന്നും സമയം നമുക്ക് ഈ ഒരു ഇതിന് ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. നമ്മൾ കോൺഫ്ലോർ എപ്പോഴും അധികം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. സാധാരണ നമ്മൾ അരിപ്പൊടിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ, അരിപ്പൊടിയൊക്കെ വെന്ത് കിട്ടാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്നായി കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് പുഡിങ്ങിന് പകരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പുഡിങ്ങൊക്കെ പോലെ നല്ല ജെല്ലി പോലെ അത്രക്കും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാത്ത കാരണം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.